ഒക്ടോബർ മാസഫലം മകം മുതൽ തൃക്കേട്ട വരെ. ഒക്ടോബറിൽ ആദിത്യൻ കന്നി, തുലാം രാശികളിലായി സഞ്ചരിക്കുന്നു. ആദിത്യൻ ഒക്ടോബർ 16 വരെ കന്നിരാശിയിലാണ്. തുടർന്ന് തുലാം രാശിയിലും. അത്തം, ചിത്തിര, ചോതി എന്നീ ഞാറ്റുവേലകൾ ഇക്കാലത്ത് വരുന്നു. ചന്ദ്രൻ മാസാദ്യം കറുത്ത പക്ഷത്തിലാണ്. ഒക്ടോബർ 2 ബുധനാഴ്ച അമാവാസി വരുന്നു. ഒക്ടോബർ 4 മുതൽ 13 വരെയാണ് കേരളത്തിലെ നവരാത്രിക്കാലം. കേരളത്തിൽ വിജയദശമി 13-നും അയൽ സംസ്ഥാനങ്ങളിൽ 12-നും ആചരിക്കുന്നു. ഒക്ടോബർ 17 വെളുത്തവാവാണ്. ഒക്ടോബർ 31 വ്യാഴാഴ്ച ദീപാവലി അഥവാ നരകചതുർദശി ആഘോഷിക്കപ്പെടുകയാണ്. ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതി തുടരുന്നു. വ്യാഴം ഇടവം രാശിയിൽ മകയിരത്തിലാണ്. രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ അത്തത്തിലും സഞ്ചരിക്കുന്നു. ബുധൻ കന്നിരാശിയിൽ ആണ്. ഒക്ടോബർ 10 തുലാത്തിലേക്കും 30 വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നു. ഒക്ടോബർ 19 വരെ ബുധന് മൗഢ്യാവസ്ഥയും ഉണ്ട്. മകം 2-ാം രാശിയിലും 3-ാം രാശിയിലും ആയി ആദിത്യൻ സഞ്ചരിക്കുന്നു. മാസത്തിന്റെ ആദ്യപകുതിയിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ വരാം. സമയബന്ധിതമായി പലതും പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കില്ല. ലഘുപ്രയത്നത്താൽ നേടേണ്ടവ ക്ലേശിച്ചാവും നേടുക. അധികാരികളുടെ അനിഷ്ടം നേരിടേണ്ടി വരുന്നതായിരിക്കും. പ്രണയികൾക്ക് വിഷമാവസ്ഥയുണ്ടാവും. മാസത്തിന്റെ 2-ാം പകുതി ശോഭനമായിരിക്കും. തൊഴിലന്വേഷണം ശുഭപര്യവസായി ആവും. പണയവസ്തു വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. വിരോധികളുടെ പ്രവർത്തനങ്ങളെ നിരാകരിക്കാനാവും. സഹായ വാഗ്ദാനങ്ങൾ സഫലമായേക്കും. കുട്ടികളുടെ പഠനോന്നതിയിൽ സംതൃപ്തിയുണ്ടാവും. കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയവും സൗകര്യവും വന്നുചേരുന്നതാണ്. ആരോഗ്യപുഷ്ടി നേടും. പൂരം പല കാര്യങ്ങളും മനസ്സിൽ തീരുമാനിക്കപ്പെടും. എന്നാൽ പ്രയോഗികമാക്കുക എളുപ്പമായേക്കില്ല. സഹിഷ്ണുത പരീക്ഷിക്കപ്പെടും. സഹോദരരുടെ കാര്യത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. വ്യവഹാരങ്ങളിൽ വിജയത്തിന് സാധ്യതയുണ്ട്. മത്സരബുദ്ധി ഉപേക്ഷിക്കുകയുമില്ല. മാസത്തിന്റെ 1-ാം പകുതിയിൽ ഇതാവും ഏറെക്കുറെയുള്ള സ്ഥിതി. ഒക്ടോബർ 17 മുതൽ സ്ഥിതിയിൽ ചില മാറ്റങ്ങൾ വരുന്നതാണ്. സാമൂഹ്യമായ അംഗീകാരം കൂടുതലായി വന്നുചേരും. സ്ത്രീകളുടെ അകമഴിഞ്ഞ പിന്തുണ കിട്ടുന്നതാണ്. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാവും. വായന, പഠനം, കലാപരിശീലനം ഇവയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുവാൻ സാധിക്കും. മക്കളുടെ ഭാവികാര്യങ്ങളിൽ ഉചിത തീരുമാനം കൈക്കൊണ്ടേക്കും. ഉത്രം ചിങ്ങക്കൂറുകാർക്ക് മാസത്തിന്റെ 2-ാം പകുതി കൂടുതൽ ഗുണകരമാവും. പ്രയത്നം സഫലമാവുന്നതാണ്. കൊടുക്കാനുള്ള തുക ഭാഗികമായി നൽകാനാവും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. പിതാവിന്റെ ആവശ്യങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ്. കന്നിക്കൂറുകാർക്ക് ഏറെക്കുറെ സമ്മിശ്രമായ ഫലം തന്നെയാകും ഉടനീളം. വ്യവഹാരങ്ങൾ ഒഴിവാക്കാനാവും. അലച്ചിലുണ്ടായേക്കും. കുടുംബാംഗങ്ങളുടെ തീരുമാനം മനസ്സില്ലാ മനസ്സോടെ സ്വീകരിക്കുന്നതാണ്. പൂർവ്വ സഹപാഠികളുടെ യോഗം വിളിച്ചുകൂട്ടും. കൃത്യമായ വരവു ചെലവു കണക്കുകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതനാവും. അത്തം ജന്മരാശിയിലും 2-ലുമായി ആദിത്യനും ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിലായി കേതുവും സഞ്ചരിക്കുന്ന കാലമാണ്. അനായാസം ചെയ്യേണ്ടുന്നവ ആയാസത്തോടെ ചെയ്യേണ്ടിവരും. തീരുമാനങ്ങളിൽ സന്ദിഗ്ധതയുണ്ടാവും. കൈയിൽ കരുതി വെച്ചിരുന്ന ധനം മറ്റാവശ്യങ്ങൾക്ക് ചെലവഴിക്കപ്പെടാം. ഊർജ്ജശോഷണം സംഭവിക്കുന്നതായി അനുഭവപ്പെടും. ആരോഗ്യകാര്യങ്ങളിലും ജാഗ്രത വേണം. വലിയ നേട്ടങ്ങളും ലാഭവും പ്രതീക്ഷിച്ചിടത്ത് സാമാന്യമായി വിജയിക്കുന്നതാണ്. ശനി, വ്യാഴം, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ അനുകൂലരാവുകയാൽ ശത്രുക്കളെ അതിജീവിക്കാനും കലാപരമായി ഉയരാനും ചില ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരാനും ആത്മീയമായ ഉണർവിനും കൂടി സാധ്യതയുണ്ട്. ഒക്ടോബർ 20 മുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ ഉണ്ടാവാം. ചിത്തിര കന്നിക്കൂറുകാർക്ക് ജന്മത്തിലും തുലാക്കൂറുകാർക്ക് 12-ലുമായി ആദിത്യൻ സഞ്ചരിക്കുന്നു. പുറമേ പറഞ്ഞില്ലെങ്കിലും വല്ല സമ്മർദ്ദങ്ങളും ഇവരെ ഉള്ളിൽ അലട്ടുന്നുണ്ടാവും. വിചാരിച്ച കാര്യങ്ങളിൽ ഭാഗിക വിജയം മാത്രം നേടുന്നതാണ്. പ്രതീക്ഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നും സഹായം കിട്ടിയേക്കില്ല. ഭാര്യാഭർത്താക്കന്മാർ വ്യത്യസ്ത ജോലിസ്ഥലത്ത് തുടരുകയാൽ കുടുംബകാര്യങ്ങളിൽ കുഴിമറിച്ചിലുണ്ടാവും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കഴിവ് മുഴുവനായും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞേക്കില്ല. ലോൺ അപേക്ഷ നിരസിക്കപ്പെടാം. പുതുതായി ആവിഷ്കരിച്ച പദ്ധതികളിൽ ഉപഭോക്താക്കളുടെ പ്രതികരണം തണുത്തതായിരിക്കും. പ്രൊഫഷണലുകൾക്ക് മത്സരങ്ങളെ നേരിടേണ്ടിവരും. കലാപ്രവർത്തകർക്ക് മുന്നേറാൻ അവസരം ലഭിക്കുന്നതാണ്.
ചോതി. അധ്വാനഭാരം അമിതമാവും. നേരത്തെ പ്രവർത്തനം തുടങ്ങി വൈകി അവസാനിപ്പിക്കേണ്ടുന്ന സ്ഥിതി ഈ മാസവും തുടരപ്പെടും. ഔദ്യോഗിക യാത്രകൾ വിജയിക്കുമെങ്കിലും ദേഹത്തിന് ആയാസമുണ്ടാക്കും. കർമ്മരംഗത്ത് സ്വയം ആവിഷ്കരിക്കുന്ന ആശയങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാവും വരിക. ഗവേഷണത്തിന് വേണ്ടത്ര സമയം കിട്ടിയേക്കില്ല. ഭൗതികമായ ആവശ്യങ്ങൾ തടസ്സം കൂടാതെ നിറവേറപ്പെടാം. ധനനിക്ഷേപം ഉയരാം. പുതിയ ഇലക്ട്രോണിക് ഉപകരണം, ആടയാഭരണങ്ങൾ ഇവ വാങ്ങുന്നതാണ്. സൗഹൃദം ഹൃദയബന്ധമായി മാറാനിടയുണ്ട്. കുടുംബത്തിന്റെ പിന്തുണയുണ്ടാവും. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് ജോലിപരമായും മറ്റും കുറഞ്ഞൊരു കാലം അകന്നു കഴിയേണ്ടി വരുന്നതാണ്. വിശാഖം. 12-ലും ജന്മരാശിയിലും ആദിത്യൻ സഞ്ചരിക്കുകയാൽ തുലാക്കൂറുകാർക്ക് പലതരം സമ്മർദ്ദങ്ങൾ വരാനിടയുണ്ട്. അനുഭവങ്ങളിൽ കൈപ്പുരസം കലരാം. അധ്വാനം പതിവായുള്ളതിലും അധികരിച്ചേക്കും. കൂടുതൽ നേരം ഓഫീസിൽ ചെലവഴിക്കേണ്ട സാഹചര്യം ഭവിക്കുന്നതാണ്. പിതൃ-പുത്രബന്ധത്തിൽ രമ്യത കുറയുന്നതായി തോന്നിയേക്കും. അലച്ചിൽ ആവർത്തിക്കാം. അത്യാവശ്യങ്ങൾക്കുള്ള ധനം വന്നുചേരും. വൃശ്ചികക്കൂറുകാർക്ക് ഗുണവത്തായ കാലമാണ്. അധികാരികളുടെ നല്ല പുസ്തകത്തിൽ ഇടം പിടിച്ചേക്കും. കരാർ ജോലികൾ തുടർച്ചയായി ലഭിക്കുന്നതാണ്. കുടിശ്ശികകൾ അടച്ചു തീർക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാനും കഴിഞ്ഞേക്കും. അനിഴം. ആദിത്യൻ, ബുധൻ, കേതു തുടങ്ങിയ ഗ്രഹങ്ങൾ 11-ലാകയാൽ അധ്വാനം സഫലമാവുന്നതാണ്. ന്യായമായ ഭൗതിക തൃഷ്ണകൾ നിറവേറപ്പെടും. ഊഹക്കച്ചവടം, ഇൻഷുറൻസ്, ഭാഗ്യക്കുറി മുതലായവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. ഉൽപ്പന്നങ്ങൾക്ക് സങ്കൽപ്പിച്ചതിലും വില ലഭിക്കുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്ര ചുമതല കിട്ടുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചുവടുറപ്പിക്കാനും അണികളെ വളർത്താനും സാധിച്ചേക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. മകനോ മകൾക്കോ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കിടപ്പുരോഗികൾക്ക് സമാശ്വാസം ഭവിക്കും. ഒക്ടോബർ 17-ന് ശേഷം കാര്യസാധ്യം പതുക്കെയാവും. നേട്ടങ്ങൾക്ക് കണക്കാക്കിയ അത്രയും മികവോ വ്യാപ്തിയോ ഉണ്ടായേക്കില്ല. തൃക്കേട്ട നവോന്മേഷം സംജാതമാകും. പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ അർപ്പിക്കാനാവും. സർക്കാർ കാര്യങ്ങളിൽ നേട്ടങ്ങളുണ്ടായേക്കാം. പുതുകാര്യങ്ങൾ തുടങ്ങാനുള്ള അനുമതി രേഖ ലഭിക്കുന്നതാണ്. ബാങ്കിൽ സമർപ്പിച്ച വായ്പ അപേക്ഷയ്ക്ക് അനുകൂലഫലം കിട്ടാം. സ്വാശ്രയ വ്യാപാരത്തിൽ നിന്നും ധനം മിച്ചം പിടിക്കാൻ കഴിയുന്നതാണ്. പാരമ്പര്യ തൊഴിലുകളിൽ മികവ് ദർശിക്കാനാവും. കുടുംബാംഗങ്ങളുടെ പ്രീതി നേടുംവിധം പ്രവർത്തിക്കും. പഴയകാലത്തോട് താത്പര്യം തോന്നാം. പഴയ വസ്തുക്കൾ ശേഖരിക്കാൻ ശ്രമം തുടരുന്നതാണ്. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ഉണ്ടാവാനിടയുണ്ട്. ബന്ധുക്കളുടെ തർക്കത്തിൽ ഫലപ്രദമായ വിധം ഇടപെടൽ നടത്തും. ഒക്ടോബർ അവസാന ആഴ്ച ഗുണഫലം കുറയാം.